എന്റെ വാലിലെ രോമം മോഷ്ടിക്കാൻ എലികളെ വിട്ടത് താനല്ലടോ. രക്ഷിക്കണേ, രക്ഷിക്കാൻ ആ എലികളോട് തന്നെ പറ. സൂത്ര സൂത്ര അയ്യോ, സൂത്രന്റെ ബോധം പോയി. ആരാ എലികളുടെ കാര്യം പറഞ്ഞതും? ബബനാനയാ. മൂപ്പര് സൂത്രനെ എറിഞ്ഞ് മരത്തിൽ കയറ്റി. സൂത്രന്റെ ബോധവും പോയി. മരം പുഴയിലേക്ക് പതുക്കെ ചരിയുന്നുണ്ടല്ലോ. ഇതാ ഒരു മുതല വരുന്നു. എന്റെ കാട്ടുമൊത്തപ്പാ. ചേട്ടൻ പേടിക്കണ്ട, സൂത്രൻ ചേട്ടനെ രക്ഷിക്കാൻ ഞാനൊരു പദ്ധതി റെഡിയാക്കാം. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണം, ഒട്ടും സമയമില്ല. എടാ നീ 1 2 എന്നെണ്ണാൻ തുടങ്ങിക്കോ. 1 2 40 എന്ന് എണ്ണുമ്പോഴേക്കും മരം ചരിഞ്ഞ് വീഴും. പക്ഷെ അപ്പോഴേക്കും മുതലയും എത്തും. 3 4 മുതല എത്തും മുമ്പ് നമുക്ക് മരം വീഴ്ത്തണം. അതാണ് പദ്ധതി. പണി തുടങ്ങിക്കോ. 20 എണ്ണുമ്പോഴേക്കും മരം വീഴണം. 5 6 മരം വീണാൽ ഉടനെ ഷേരു ചേട്ടൻ വെള്ളത്തിൽ ചാടി നീന്തണം. ഒരു സംശയം. 7 8 സംശയമൊക്കെ അവസാനം ചോദിക്കാം. ആദ്യം പദ്ധതി പറയട്ടെ, സമയം വളരെ കുറവാണ്. 9 10 25 എണ്ണുമ്പോഴേക്കും ചേട്ടന് സൂത്രൻ ചേട്ടനെ അടുത്ത് നീന്തിയെത്താൻ പറ്റും. 11 12 35 മുമ്പ് സൂത്രൻ ചേട്ടനെയും കൊണ്ട് തിരിച്ച് നീന്തിയെത്താം. 13 14 40 ആകുമ്പോഴേ മുതലേ നീന്തി ഇവിടെ എത്തും. ഒന്നും പേടിക്കാനില്ല. 15 16 17 18 ഒരു സംശയമേ ഉള്ളൂവെങ്കിൽ വേഗം ചോദിച്ചോ. 20 മരം വീഴും. 19 എൻ്റെ സംശയം വേറൊന്നുമല്ല, നീന്തൽ അറിയാത്ത ഞാൻ വെള്ളത്തിൽ ചാടിയ കുഴപ്പമുണ്ടോ. 20 സുഭാഷ്. അവനെ ഞാൻ കല്ലെറിഞ്ഞ് വീഴ്ത്തും. അവൻ്റെ മുഖത്ത് തേനീച്ചക്കൂട് എറിയും. അയ്യോ, എന്തു പറ്റി? ആരോടാ ദേഷ്യപ്പെടുന്നത്? എന്നെ ഒരു പോത്ത് ഇൻസൾട്ട് ചെയ്ത്. എൻ്റെ കണ്ണിലൊരു ഈച്ച പോയപ്പോൾ കണ്ണ് ചുവന്നതിന് അവൻ എന്നെ തക്കാളി കണ്ണനെന്ന് വിളിച്ചു. അതാണോ കാര്യം? അതിനാണോ കല്ലെറിയും തേനീച്ചക്കൂടറിയും എന്നൊക്കെ പറഞ്ഞത്? പിന്നല്ലാതെ എനിക്ക് ദേഷ്യം തിളച്ച് വന്ന്. അടങ്ങ് ചേട്ടാ, ഞങ്ങളെ സഹായിക്കാം. എറിയാൻ തേനീച്ചക്കൂടെ എടുത്ത് കൊടുക്കാനാണോ സൂത്ര? ചെറിയ തെറ്റല്ലേ, അതിന് ചെറിയ ശിക്ഷ കൊടുക്കാം, എന്നിട്ട് സോറി പറയണം. അതെന്തിനാ? ഇതൊരു സൈക്കോളജിക്കൽ പരിപാടിയാണ്. ശിക്ഷ കഴിഞ്ഞ് ബാപ്പ്, അതാണ് വിദ്യ. തൽക്കാലത്തെ ദേഷ്യം മാറാൻ ചെറിയ ശിക്ഷ കൊടുക്കുക. അത് കഴിഞ്ഞ് സോറി പറഞ്ഞാൽ വഴക്ക് മാറും. ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ നെല്ലിക്ക പറിച്ച് തലയിൽ എറിയുക. അതാകുമ്പോൾ വലിയ പരിക്കില്ല. അത് കഴിഞ്ഞ് നെല്ലിക്ക എറിഞ്ഞ് സോറി പറയുക. ക്ലീൻ. എറിയാം, പറയാം. നെല്ലിക്ക ഇവിടെ തന്നെ കിടപ്പുണ്ട്, കൊണ്ടുവയ്ക്കോ. അത് നന്നായി. താനിതൊക്കെ എവിടെ നിന്ന് പഠിച്ച് സൂത്ര? ഇതൊക്കെ എന്ത്? പോയിച്ചേ പോ. ഇതൊരു ശല്യമായല്ലേ. പുള്ളി ബേസിക്കലി ഒരു ദേഷ്യക്കാരനാ. ഈച്ച കാരണം പിന്നെയും തക്കാളിക്കേണ്ടി വരുമോ? ശിക്ഷ, അത് കഴിഞ്ഞ് മാപ്പ്. നിന്നെ ആദ്യം ഞാൻ ശിക്ഷിക്കും, നെല്ലിക്ക ഏറും. അത് കഴിഞ്ഞ് സോറി പറയാം. സോറി 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 പറഞ്ഞിട്ട് വിടുന്നില്ലല്ലോ സൂത്ര. എന്താണ് ഒരു വിഷമം? ഒരുത്തൻ എന്നെ മണ്ടൻ എന്ന് വിളിച്ചു. അത് ഒരു കഴുത. ആ വിളിയൊക്കെ കുറേ കേട്ടതാ. എന്നാലും ചിലപ്പോൾ ഒരു സങ്കടം വരും. പാവം. എടോ, എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ഉള്ള ബുദ്ധി കൂട്ടാൻ ടെക്നിക്കുകളും ഉണ്ട്. ഉണ്ടോ? എങ്കിലും എനിക്കും കൂട്ടണം. അധികം കൂട്ടണ്ട, കുറച്ച് മതി. തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക, അതാണ് ബുദ്ധി കൂട്ടാനുള്ള ഒരു വഴി. ഒരു വാചകം പറഞ്ഞാൽ തൊട്ട് പിന്നാലെ പറയുന്നത് അതുമായി ബന്ധമില്ലാത്ത വാചകമായിരിക്കണം. റെഡിയാണോ? ആദ്യം ഞാൻ പറയാം. ഇന്നലെ ഞാൻ മൂങ്ങ വൈദ്യരെ കണ്ടിരുന്നു. ആണോ? എന്തിന്? അല്ല, വേറെ വാചകം പറ. അതിനാ ഓർത്തില്ല. ശരിയാ, മരപ്പത്തിൽ ഈച്ച കയറിയല്ലോ. പക്ഷെ കാലത്ത് വ്യായാമം വേണം. ഇങ്ങനെ വിഷയം മാറ്റി മാറ്റി പറഞ്ഞാൽ മതി. ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യും, ബുദ്ധി കൂടും. അതായത് ചക്കക്കുരുവിന് കണ്ണ് മൂക്കുമില്ല. ഓക്കെ. പാലിഞ്ഞ് കറുപ്പ് നിറമല്ല. ഉരുണ്ടക്കല്ല് നന്നായി ഉരുളും. കുളത്തിൽ ആമയും തവളയുമുണ്ട്. കടിയൻ. എന്നെ തല്ലാൻ പ്ലാനുണ്ടെന്ന് കേട്ട് വിളിക്കാം. ഇനി താൻ പറയൂ. മിണ്ടല്ലേ കടിയൻ. ഓക്കെ, കുളിച്ചാൽ തല നനയും. ഇവിടെ മിണ്ടാതിരിയടോ. കടിയൻ. അത് താൻ പറഞ്ഞതാ, മാറ്റി പറ. മിണ്ടാതിരിക്കാൻ. തനിക്ക് മാറ്റി പറയാൻ പറ്റുന്നില്ല സൂത്ര. തൻ്റെ ബുദ്ധി പോയോ? അയ്യോ. മണ്ടൻ എന്ത് മണ്ടൻ തന്നെ ആയിരിക്കും. സൂത്രൻ്റെ വിഷയം മാറ്റി പറയാൻ പറ്റി. താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ ഇടി കാരണം സൂത്രൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി. ഗുഹ അടയ്ക്കാനുള്ള ഉറപ്പ് കല്ലിനുണ്ടോയെന്ന് ആദ്യം നോക്കണം. തട്ടി നോക്കിയാലേ അറിയാം. നല്ല കല്ല, ഇത് മതി. എന്തോ കല്ല് പൊട്ടിച്ച് കളിക്കുകയാണോ? സോറി. അയ്യോ, കരിനാക്കൻ. എടാ പരമദ്രോഹി, നിന്നെ ഞാൻ. ശരീരവും ബോധക്കിട്ട് വിടും. അത് തന്നോ. ഇനിയോ മിണ്ടില്ലല്ലോ. കരുനാക്കനോ? ഈ ദ്രോഹി എങ്ങനെ കിട്ടി? സൂത്രൻ കല്ലെറിഞ്ഞപ്പോൾ കിട്ടിയതാ. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവനെ കാട്ടുതീയിലിടണം. അതിനുള്ള കാട്ടുതീ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ ഇവനെ തട്ടിക്കളയാം. വേണ്ട. ഇവനും നമ്മുടെ കടൽ താമസക്കാരനല്ലേ. അതുകൊണ്ട് കരുനാക്കിനെ എന്ത് ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ. അത് കൊള്ളാം. ശരു, താൻ പോയി കാട്ടുമുത്തപ്പനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തും. പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ. അവൻ ഉണർന്ന്. എന്താ ഇതെല്ലാവരും വട്ടം കൂടി നിൽക്കുന്നത്?
കാട്ടുമുത്തപ്പ വരും. ഓ തേടി വള്ളി കാൽ ചുറ്റി. എനിക്കും കാട്ടുമുത്തപ്പനെ ഒന്ന് കാണണം. നീ കാരണം വരുന്ന പ്രശ്നങ്ങൾ കാട്ടുമുത്തപ്പനോട് ഞങ്ങൾ പറയും. ചേടാ ഞാൻ കാരണമോ? വരാനുള്ളത് വഴി തങ്ങുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? അത് ശരിയാണല്ലോ, ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അമ്മോ അതാരാ? ഓ കാട്ടുമുത്തപ്പൻ. സോറി, വള്ളി കാല് ചുറ്റി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാനിരുന്ന വഴിയിൽ തങ്ങിപ്പോയി. അയ്യോ ഓ പേടിച്ചു പോയി. ഒരു തവള ചാടിയത് കണ്ടാണോ താൻ ഇത്ര പേടിച്ചത്? ഈ ഇടയായി തനിക്ക് പേടി വളരെ കൂടുതലാ. അതിനല്ലേ ആന വിചാരം. ആന വിചാരമോ? ആനയെക്കുറിച്ചുള്ള വിചാരമാണോ? അല്ല, ആനയാണെന്ന വിചാരം. നമ്മളൊരു ആനയാണെന്ന് വിചാരിച്ചാൽ എല്ലാ പേടിയും മാറും. സിംഹത്തെ കണ്ടാൽ പോലും നമുക്ക് പേടി തോന്നില്ല. നമ്മൾ ആനയല്ലേ, സിംഹം സൂക്ഷിച്ചേ പെരുമാറൂ. ആ വിചാരം സിംഹത്തിന് വേണ്ടേ? അതിന് നമ്മൾ വേറെ പ്രശ്നത്തിനൊന്നും പോകുന്നില്ലല്ലോ. ഞാനൊരു ആനയാണെന്ന് വിചാരിച്ച് ഒരു സൈഡ് വഴി അങ്ങ് പോവും. വിചാരം മാത്രം മതി, നമുക്ക് ധൈര്യം കിട്ടിയാൽ പോരെ. ചിന്നെ വിളിക്കണോ? ദേ ഒരു പുലി വരുന്നു. പോത്തിന് പൊതുവെ പുലിയെ പേടിയാം. പക്ഷെ ഞാൻ ആന വിചാരിക്കും. ഞാൻ ആനയാണ്. കണ്ടോ അതോടെ എനിക്ക് ധൈര്യം കിട്ടി. പുലി ദേ ആ വഴി പോയി. എൻ്റെ ഭാവം കണ്ടിട്ട് ഈ വിദ്യ കൊള്ളാമല്ലേ സൂത്ര? ഞാനും ആന വിചാരം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിന്നെ ഞാൻ തുമ്പിക്കഴിഞ്ഞ ചോദിച്ച് എറിഞ്ഞോളായും. ബ്ലാഡി ഫോൾ. മരം ഞാൻ കുത്തി മറിക്കും. എടാ നല്ല പനമ്പട്ട എവിടെ കിട്ടും? നമ്മൾ ബന്ധുക്കളല്ലേ? അയ്യോ എന്ത് പറ്റിയടോ? എൻ്റെ അമ്മാവനോട് എനിക്ക് പേടിയാ. ഓ അതിന് താൻ ആനയാണെന്ന് വിചാരിച്ചാൽ പോരെ മണ്ടൻ. അത് ഞാൻ വിചാരിച്ചു. അപ്പോഴാ ഓർത്തത് ആനയുടെ അമ്മാവനും ആനയല്ലേ.